ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സോയാബീൻ കൊണ്ടുള്ള ഒരു തോരനാണ്. ഫ്രഷ് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയാബീൻ നമുക്ക് മാർക്കറ്റിൽ ഫ്രഷ് സോയാബീൻ അധികം ലഭിക്കാറില്ല. പിന്നെ സോയാബീൻ്റെ പ്രോഡക്ട്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോയ ചങ്ക്സ്, സോയ സോസ്, അതെല്ലാം നമുക്ക് ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അതുകൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോയാബീൻ്റെ ചെടിയാണിത്. അപ്പോൾ ഇതിങ്ങനെ സോയാബീൻ ധാരാളം ഉണ്ടായി കിടപ്പുണ്ട്. അപ്പം നമുക്കിതെല്ലാം പറിച്ചെടുക്കാം. ഇതിങ്ങനെ കൊലകളായിട്ടാണ് ഇങ്ങനെ ഇതുണ്ടാകുന്നത്. ഇതിങ്ങനെ ഒരു കൊലയിൽ തന്നെ 5-6 ഉണ്ടാവും, ബീൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അധികം മൂക്കുന്നതിന് മുമ്പ് ഇതെടുത്താൽ നമുക്ക് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ അധികം മൂത്ത് പോയാൽ നമ്മളത് പയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം, തോരൻ ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ ഫ്ലവർ ഇതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ. ഇങ്ങനെ ധാരാളം ഉണ്ടാവും. ഇത് നന്നായിട്ട് പിടിച്ചിട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറും. നമ്മളത് കട്ട് ചെയ്ത ഉടനെ തന്നെ കഴുകി അരിഞ്ഞ ഉപ്പ് വെള്ളത്തിലിടണം. എന്നാൽ മാത്രമേ ഇതിനൊരു കറയുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ടാൽ ആ കറ മാറിക്കിട്ടും. പുറത്ത് നമ്മൾ ഇതിൻ്റെ ചറം ഇരുന്നാൽ തന്നെ അതിൻ്റെ നിറം മാറും. ഇപ്പോൾ തന്നെ കുറച്ച് നേരം നമ്മൾ പുറത്ത് വെജിറ്റബിളാണ് ഇത്. ഇതിൻ്റെ കറ ഉള്ളത് കൊണ്ട് നമുക്ക് അരിഞ്ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും കയ്യിൽ. അപ്പോൾ നമ്മൾ വിരലിൻ്റെ ഫിംഗർ ടിപ്പ് ഇട്ടിട്ട് അരിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് അരിഞ്ഞ് വെള്ളത്തിലിടുക. ഇതിൽ മൂത്തുപോയ കായകളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിങ്ങനെ തുറന്ന് പയർ മാത്രം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തോരനുണ്ടാകാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാനും. ഇത് നമ്മൾ അരിഞ്ഞ സോയാബീനാണ്. ഇത് ഇങ്ങനെ അരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കറ ഇങ്ങനെ വരും ഇതിന്ന്. അപ്പോൾ അതിൻ്റെ കറ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആകും. അപ്പോൾ നമ്മളത് ഒരു 1-2 പ്രാവശ്യം അത് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ നമ്മളെടുക്കുമ്പോൾ ഈ കളർ ഇങ്ങനെ പച്ച തന്നെ വരുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് കഴുകി എടുത്താലും മതി. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമുള്ളത് കുറച്ച് ഉള്ളി, പിന്നെ അതിന് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇതൊരു 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇത് ആവശ്യത്തിന് തേങ്ങ. പിന്നെയാണ് ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു 2-3 ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ചെമ്മീൻ വേണമെങ്കിൽ ഇട്ടാൽ മതി. ചെമ്മീൻ ഇടാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് ചെമ്മീനുണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ പൊടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചതച്ച മുളക്, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാമാണ് വേണ്ടത് പൊടികൾ. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കടുക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം.